ചിക്കൻ പഫോ അമ്മയ്ക്ക് അറിയത്തില്ല, അമ്മ ട്രൈ ചെയ്യാം. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റഫിങ് പ്രിപ്പയർ ചെയ്യാം അല്ലേ. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അടുത്ത് തന്നെ നമ്മൾ ചിക്കൻ നല്ലപോലെ പുഴുങ്ങിയെടുക്കുക. നന്നായിട്ട് വഴറ്റി വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ തക്കാളി ഇട്ട് നല്ലപോലെ ഉടച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുക. ആഹാ, ചിക്കൻ പഫ് ഉണ്ടാക്കുക കേട്ടോ. നല്ലപോലെ പുഴുങ്ങിയെടുത്ത ചിക്കൻ ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതാകുമ്പോൾ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കില്ലേ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ട് ഞാൻ സ്റ്റഫിങ് പ്രിപ്പയർ ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഷീറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്തായിരുന്നു, പക്ഷേ അത് കുളമായിപ്പോയിട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഷീറ്റ് ഇവിടെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ ഞാൻ ഷീറ്റ് മേടിച്ചിട്ടാണ് ഈ ഒരു ചിക്കൻ പഫ് ഉണ്ടാക്കുന്നത്. ഇനി ആ ഷീറ്റ് പഠിക്കണം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതെന്തായാലും നമ്മൾ റെഡിമെയ്ഡായിട്ട് മേടിച്ചേക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റഫിങ് എല്ലാം അകത്ത് വെച്ചു. അകത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നല്ലപോലെ ഒരു ഫോർക്കിൻ്റെ സൈഡ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കുത്തി ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക, ഇങ്ങനെ പൊട്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നല്ലപോലെ മുട്ട അടിച്ചിട്ട് അതും കൂടെ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിലേക്ക്. അങ്ങനെ നമ്മുടെ ചിക്കൻ പഫ് ആക്ച്വലി റെഡി ആയിട്ടോ. എയർ ഫ്രയർ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. നമ്മൾ സെൽഷ്യസ് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക, ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് ചിക്കൻ പഫ് റെഡിയായി. ഞാനിത് കഴിഞ്ഞിട്ട് തിരിച്ചിട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സും കൂടെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതാകുമ്പോൾ 2 സൈഡ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പോസിംഗ് ആയിരുന്നു അത്. അതെയോ, ഇതെന്താ ഇത്? ഇഷ്ടായോ? അങ്ങനല്ലേ, എടുക്ക്, കയ്യിലെടുക്ക് ഫുള്ളായിട്ട് എടുക്കത്. കൈ പിടിക്ക്. ഇനി കഴിക്ക്. കൊള്ളാമോ? ഹാപ്പി? ഓക്കേ. അല്ലി കഴിച്ചോ? അല്ലിക്ക് ഇഷ്ടായി. അല്ലാണോ? നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നതിലും സൂപ്പർ അല്ലേ? അപ്പോൾ ഇന്നത്തെ വിശേഷം അത്രയൊക്കെ ഉള്ളൂ. ലവ് യു ഗൈസ്. ബൈ.